ഞങ്ങളങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ ഇതിൽ കുളിച്ച് റെഡിയായി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് ടെമ്പോ ട്രാവലർ വിളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് പറശ്ശിനിക്കടവിലേക്ക്. വഴി ഇപ്പോൾ നമുക്ക് പുഴയുടെ നടക്കുന്നൊക്കെ ഫുഡ് കഴിക്കാം. ഇതിങ്ങനെ ഒലിച്ചു പോകും. നമ്മുടെ ജങ്കാർ സെറ്റപ്പ് സാധനത്തിൽ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. പറശ്ശിനിക്കടവിലേക്ക് പോകുന്ന വഴിയാണിത്. അപ്പോൾ നമ്മൾ പറശ്ശിനിക്കടവിൽ എത്തിയിരിക്കുന്നു ഗൈസ്. അമ്മായി പോയി. നീ ആൾ കണ്ടുപിടിച്ചു. അമ്പലത്തിൽ നിന്നൊക്കെ തൊഴുതിറങ്ങി നമ്മളിനി ബോട്ടിൽ കയറാൻ പോവാണ്. പറശ്ശിനിക്കടവിൽ നിന്ന് നേരെ വണ്ടിയിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവരും പയ്യെ പയ്യെ നടന്നു വരുന്നുണ്ട്. ഓക്കെ, നേരം വെച്ച് എടുക്കണ. അങ്ങനെ വെല്ലുമ്മച്ചിയും മാവേലിക്കര വെല്ലുമ്മച്ചിയും പയ്യെ പയ്യെ കയറി മേളിലെത്തിയിരിക്കുന്നു. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ സ്നേക്ക് പാർക്കാണ് പറശ്ശിനിക്കടവിലുള്ള. അത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് ചെന്ന് നോക്കിയിട്ട് വരാം. പലതരം പാമ്പുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ പാമ്പുകളെയൊക്കെ കാണിച്ചു തരാം. എന്താ കോക്കു, പാമ്പിനെ കാണാൻ പോകണോ? ഏതൊക്കെ പാമ്പിനെ അറിയാം? ആ ആ ഒരു 2-3 പാമ്പിൻ്റെ പേര് പറഞ്ഞേ. ആ ആ പറ ചേരാ. ഓ, അപ്പൊ അവന്റെ പാമ്പുകൾ അതൊക്കെയാണ്. നമുക്ക് ഉള്ളിൽ പോയിട്ട് ബാക്കിയുള്ള പാമ്പുകളെ കണ്ട് അറിയാം. പോവുകയാണ് അക്വാ വേൾഡ്. വരുമ്പോ തന്നെ ഇവിടെ ഒരു മീമി ഉണ്ട്. ആ, ഇതേ ഒരു പാമ്പ് വേറെ ഉണ്ട് ഗായ്സ്. അപ്പോൾ ഇവിടെ മീമികളുടെ കൂട്ടമായിരുന്നു, സോറി. അപ്പോൾ നമ്മൾ മീമികളെ കാണാം. ഇത് നട്ടർ, ഇത് സീബ്ര തിലോപ്പിയ. അപ്പോൾ ഇത് കണ്ട സീബ്ര വരെ കണ്ട, അതാണ്. ഇവിടെ വിഡോ ടെട്ര കണ്ട, ഇതാണ് വിഡോ ടെട്ര. ഓ, ഇതാണ് അൽബീനോ ടിൻഫോയിൽ ബാർബ്. ആ, ഇത് ബാർബറാണ്. ആ, ബാർബർ കണ്ട. ഓ, ഗൗരാമി. ഇതാണ് ജൈന്റ് ഗൗരാമി. പുള്ളി നോക്കണ്ട്. ആ, ഞങ്ങൾ പോണു. അതൊന്നും വേണ്ട. ആ, ഇതാണ് നമ്മുടെ ഐറഡസെന്റ് ഷാർക്കോ. ആ, നമ്മൾ വളർത്തിയിട്ടുള്ളതാണ്. ചത്തുപോയിട്ടുണ്ട്. നമ്മൾ വളർത്തിയിട്ടുണ്ട്, ചത്തുപോയിട്ടുണ്ട്. ആ, പിന്നെ ഇത് കബൂട്ട കോയി. ഞാൻ വിചാരിച്ചത് നമ്മുടെ കബൂക്കിയാണ്. ഓക്കെ, ഗോൾഡൻ ഫിഷ്. ഓ, ഇതാണ് കോയി കാർപ്പ്. ഓ, ഇതാണ് നമ്മുടെ ഏഞ്ചൽ ഫിഷ്. ഇതിനൊക്കെ നമ്മൾ പണ്ട് അക്വേറിയത്തിൽ വളർത്തിയിട്ടുണ്ട്, ചത്തു പോയിട്ടുണ്ട്. വാവ്. ദ പാരറ്റ് ചിച്ചിൽഡി. ഇത് സിസി എന്നിട്ടാ ചോദിച്ചണേ. ആ,
ഇവിടെ വീണ്ടും ഗൗരാമി. ഇവിടെ വീണ്ടും ഷാർക്ക്. ബ്ലൂ പോളാർ പാരറ്റ്. ഇലക്ട്രിക് യെല്ലോ ചീസ് ലെമൺ ചീസ്. ഓ ഇത് കാറ്റ്ഫിഷ് കാറ്റ്ഫിഷ്. മൊഴി 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 മൊഴി. മിസ് കേരള. അതാണ് മിസ് കേരള. നമ്മുടെ തലയുള്ള മീൻ. ഗായ്സ് ഇത് നമ്മുടെ ബരാലാണെന്ന് പറയുന്നു. ഇങ്ങോട്ട് വേണം കാണിക്കണ്ട പോരെ. അതോ അവിടെ ഒരു ഗുഹ പുതിയതായിട്ട് ഉണ്ടാക്കുന്നതാണ് ഗൈസ്. കണ്ടോ കുരങ്ങ. അരണി കുരങ്ങാണാ? അരണി ഇത് കുട്ടിയല്ല. ഹായ് എമു. എമു ഇത്ര വലുതാവൂ? ഇതിനെ വളർത്താൻ കിട്ടണ്ടേ അറിയാം. കിളിയാണല്ലോ. ഡേഞ്ചർ. ശരിവേണ്ട. അങ്ങനെ ഞങ്ങൾ മന്ദം നടന്നുകൊണ്ടിരിക്കുകയാണ് പാമ്പുകളിലുള്ള സ്ഥലത്തേക്ക്. അതെ, ആവണിനോടാക്കിയിട്ട് പോകാനുള്ള ഗായ്സ്. പരുന്ത് പരുന്ത് കൃഷ്ണപ്പരുന്ത്. അങ്ങനെ നമ്മൾ മയിലിനെ കണ്ടിരിക്കുന്നു ഗായ്സ്. അപ്പോൾ നമ്മൾ അടുത്ത ഗുഹയിലേക്ക് കയറാൻ പോകുന്നു. ഇവിടെ എന്താ നമുക്ക് നോക്കാം. തല ജസ്റ്റ് മിസ്. ഇതാ പാമ്പ് കിടക്കുന്നു. പാമ്പ് വീട്ടിൽ കഴിച്ച പറ്റത്. അങ്ങനെ നമ്മൾ പാമ്പുകൾ തുടങ്ങി ഗൈസ്. എല്ലാരും ഒരുമിച്ച് ആരുടെ പാമ്പ് എവിടെയാ? അങ്ങനെ ഇവിടെ പറശ്ശിനിക്കടവ് മുത്തപ്പനുണ്ട്. കണ്ടോ? ഇതല്ല അത് ഗായ്സ്. നല്ല ദൂരെയാണ് കിടക്കുന്നത്. ഇത് കണ്ടോ? ഇതാ മൂർഖം വിഭാഗം. ആ 10 വെട്ടത്തിൽ കഴിഞ്ഞാൽ ഭംഗിയുണ്ടാവും. സർപ്പം എന്ന് പറയുന്നത് കോബ്ര. ഇത് കോമൺ റാറ്റ് സ്നേക്ക്. ഇഗ്വാന. അപ്പോൾ നമുക്ക് ചൈനയിൽ പോയിട്ട് പൊരിച്ചിടിയാനുള്ളതാണ്.
അപ്പോൾ തായ്ലാൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ പൊരിച്ചടിക്കാൻ പറ്റും. ദേ ഇവിടെ ഓർത്ത് കിടക്കുന്നു. ഇവിടെ ഹെലികോപ്റ്ററൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആരുടെയാണുള്ളത്? ഹെലികോപ്റ്റർ. ഇതാണ് റസലേ മലയാളം റസൽ വൈപ്പർ. മലയാളം ഇല്ലടേ. അങ്ങനെ പാമ്പിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ വിശ്രമിക്കുകയാണ്. ഓ സാർ, മാഡം ഇങ്ങ് വരുമോ? പച്ചില പാമ്പ്. അപ്പോൾ നമ്മുടെ ഇരുതല മൂരിയാണ് റെഡ് സാൽബോവ. ഇതാണ് കിങ് കോബ്ര. ഏറ്റവും പോയിസൺസ് കൂടുതലുള്ള അപ്പോൾ നമ്മളിവിടുത്തെ സ്നേക്ക് പാർക്കിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ പാർക്കിൽ നിന്ന് ഇറങ്ങി ഇവിടെ എല്ലാവരും റെസ്റ്റിങ്ങിലാണ്. എനിക്ക് തരുമോ പ്ലീസ്? എനിക്ക് 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 നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ പയ്യാവൂരിലൊരു ഹോട്ടലിലാണ് കയറാൻ പോകുന്നത്. എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ട്രാവലർ ഇത്ര നേരം സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരും ഭയങ്കര ഉറക്കമായിരുന്നു. ആരെന്നെ പറയണതാണ്. ആരിക്ക് വേണ്ട, ആരിക്ക് അരി മേടിച്ചോളൂ. എവിടെ ലോറി? എവിടെ? ഗായ്സ്, അപ്പോൾ നമ്മൾ പുഴയിൽ കുളിക്കാൻ പോകുവാണ്. അപ്പോൾ എവിടെ കുളാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മളിപ്പോൾ കണ്ണൂരുള്ളൊരു പുഴയിൽ കുളിക്കാൻ പോവാണ്. അവിടെ നമ്മുടെ രജമ്മാവൻ്റെ അമ്മായിയമ്മയ്ക്ക് സ്ഥലമുണ്ട്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ അടുത്തായിട്ടൊരു പുഴയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിലേക്ക് പോവാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഗൈസ്, ദേ ഇവിടെ ഓപ്പൺ കക്കൂസ് ഉണ്ട് കേട്ടോ. യെസ്, അപ്പോൾ ഇതാണ് ആ ഒരു പുഴ.
അരുവി. ഇവിടുത്തെ ഇതൊക്കെ കണ്ട പരിസരമൊക്കെ ഇടുക്കി കോട്ടയം പോലെ ഇരിക്കണേ. അപ്പോൾ നമ്മൾ ആ പുഴയിലേക്ക് ഇറങ്ങാൻ പോവാണ്. അധികം വെള്ളമൊന്നുമില്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല. ആരേ ഓ ഗായ്സ്, അപ്പോൾ നമ്മുടെ കൂളിയൊക്കെ കഴിഞ്ഞു. ശൂന്യമ്മ നിൽക്കുന്നുണ്ട്. എന്താ ചാക്ക, സൂപ്പറായിരുന്നോ? പൊളിച്ചോ? ശൂന്യമ്മ കക്കൂസി പോകണ്ട് ഗായ്സ്. ഓമ്പോ ഭ്രാന്തിനെ കൊണ്ടുപോകണേ, തലക്ക് സുഖത്തിന് കൊണ്ടുപോകണേ. അപ്പോൾ ഓക്കെ, അങ്ങനെ നമ്മുടെ അവസാനത്തെ ഡെസ്റ്റിനേഷനിൽ നമ്മളെത്തി. കുന്നത്തൂർ പാടി ശ്രീ മുത്തപ്പൻ ദേവസ്ഥാനം. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറി വന്നൊരു കാട്ടിലെത്തി ഗായ്സ്. ഇവിടെ നിന്ന് എങ്ങടാണെന്ന് അറിയില്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ നമ്മൾ കയറി പോകാൻ പോണ ഇനിയും. ഏത് കാട്ടുവാസി? അത് നമുക്ക് ഇടയ്ക്ക് വെച്ച് അണച്ചൊരു ആളെ കിട്ടിയിട്ടുണ്ട്. ആദ്യം സ്പീഡിൽ കയറി പോയ ആളാട്ടത്. ഇവിടെ എത്തിയിട്ട് എനിക്ക് വയ്യാണ്. റെഡി? നമ്മളപ്പോൾ അത്ര ദൂരം കൂടി ഇനി നടക്കാനുണ്ട് കേട്ടോ. ഒരു അഡ്വഞ്ചറായിട്ട്. ആ, ഇതാണ് ആഞ്ഞിലി ചക്ക. നല്ല ടേസ്റ്റാണ്. താഴെ കിടക്കണേ കശുവണ്ടി മാങ്ങ തിന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് പോണ ആളാണ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് അടുത്തെത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ കുറേ നടന്നു. ഇത് നമ്മുടെ കോക്കാപ്പി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പയ്യെ ഇച്ചിരി കൂടി നടന്നു കഴിഞ്ഞാൽ എത്തുന്നതാണ് ഒരു അമ്പലം. യെസ് ഗായ്സ്, അപ്പോൾ നമ്മളെത്തി. നടന്ന് നമ്മൾ ഒരു ട്രക്കിംഗ് ആയിട്ട് എത്തി. വാവ്, നമ്മൾ പക്ക ഒരു കാടിൻ്റെ ഉള്ളിലെത്തിയിരിക്കുന്നു. ആണോ? യെസ്, നമ്മളങ്ങനെ എത്തി. എന്താ ഏതാ? ഇവിടെ ഇറങ്ങി നോക്കി കാണാം. അപ്പൊ ഇതാണ് ഈ കല്ലാണോ? ഈ കല്ലും ഇതാണ് മുത്തപ്പൻ, ഇവിടത്തെ കാട്ടുമുത്തപ്പൻ. എവിടെ? ആ, ഓ, സംഭവം അത്ര അറിയില്ല. അവിടെ പറഞ്ഞത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ 10 ദിവസം ഈ മടപ്പുരയിലായിരിക്കും. അതാണ് കുന്നത്തൂർ പാടി. പാടിയാണ് പാടി. ഓ, പാടി എന്ന് പറയുമ്പോ ചെറിയ കുടില് വീടെന്നൊക്കെ അതിന്റെ വിശ്വാസം. അതാണ്. അപ്പൊ ഇവിടെ വന്ന് ഇരിക്കും 10 ദിവസം. കുന്നത്തൂർ പാടി എന്ന പേര്. പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ പാടി, കുന്നത്തൂർ പാടി. കുന്നത്തൂർ പാടിയാണിത്. ആയാരണി.
എടാ അങ്ങോട്ട് പോട്ടെ, ഇങ്ങോട്ട് വാ. അമ്മ ഇതെന്താ സംഭവം അമ്മാവനറിയാന്ന് പറഞ്ഞേ. അതായത് ഇതായിരുന്നു പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ആസ്ഥാനം. ഇവിടെ നിന്നാണ് അങ്ങോട്ട് ഈ ഇത് മാറ്റപ്പെട്ടത്. അവിടെ ചെന്നതിന് ശേഷമാണ് പിന്നെ ഇത്ര അതിൻ്റെ പുരോഗമതി ഒക്കെ ഉണ്ടായത്. എന്നിരുന്നാലും വർഷത്തിൽ ഒരു 10 ദിവസം അവിടുത്തെ പരിപാടി മറ്റേ വെള്ളാന തിരുവള്ളാന ഒക്കെ ഇവിടെയായിരിക്കും. അങ്ങനെ 10 ദിവസം അവിടുത്തെ പൂജാരികളൊക്കെ ഇവിടെ വരുമോ? ആ, അവിടുത്തെ പൂജ കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരിക്കും. പക്ഷെ അവിടെയും പൂജ ഉണ്ട്. പക്ഷെ മെയിനായിട്ടുള്ള സംഭവങ്ങളെല്ലാം അന്ന് ഇവിടെ ആയിരിക്കും, ഈ ഏരിയ ബന്ധപ്പെട്ടായിട്ട്. അന്ന് ഈ ഏരിയ ഭയങ്കര മൊത്തം തിരക്കായിരിക്കും. അപ്പൊ താഴത്തേക്കണ ക്യൂവാ. എല്ലാ മാസത്തിലും 10 ദിവസം ഇവിടെ ഉണ്ടാവും? ഇല്ല, എല്ലാ വർഷത്തിൽ മാത്രം. വർഷത്തിൽ 10 ദിവസം മാത്രം ഇവിടെ? ചേച്ചി അന്നേരത്തെ ഹോട്ടലുകളും സാധനം ഇവിടെ ഇത് ആ പില്ലർ പോലെ വെച്ചേക്കണ അതിൽ കൂടെ കമ്പി ഇട്ട് വെച്ചിട്ട് മൊത്തം ക്യൂ ആയിരിക്കും അതിന്റെ ഉള്ളിൽ കയറാനായിട്ട്. ആ, ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും. അന്നേരം പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ കുപ്പിയോടെ സാധനമൊക്കെ ഉണ്ടാവില്ലേ? ആ കുപ്പിയോടെ സാധനമൊക്കെ വെച്ച് ഉള്ള പരിപാടി അങ്ങനെ കുറെ അങ്ങനെ ഇവിടെ ചെറിയൊരു ഫോട്ടോഷൂട്ട് കഴിഞ്ഞു. നമ്മുടെ ഇവിടുത്തെ മുത്തപ്പനാണ് ഇപ്പൊ ലേറ്റസ്റ്റ് മുത്തപ്പനാണ് നിൽക്കുന്നത്, ഗോപി മുത്തപ്പൻ. മോഡേണായി ആൾക്ക്, മോഡേണായി. മുത്തപ്പനൊക്കെ പണ്ടത്തെ പോലെ അല്ല, മോഡേണായി. മോഡേൺ മുത്തപ്പൻ തൊപ്പിയും ഗ്ലാസ് ഒക്കെ വെച്ചിട്ട്. അപ്പൊ ഇത് കുന്നത്തൂർ പാടി കലശ സ്ഥാനമാണ്. ഈ ഒരു ഇവിടെയിട്ടാണ് നമ്മുടെ കോഴീനെയും അതേപോലുള്ള സാധനത്തിനെയൊക്കെ അറുത്തിട്ടുള്ള പരിപാടികളില്ലേ, അത് ചെയ്യുന്ന ഒരു ഏരിയ ആണിത്. എന്തായാലും കൊല്ലത്തിലൊരു 10 ദിവസം ഇവിടെ ഭയങ്കരമായിട്ട് തിരക്കായിരിക്കും. സർപ്പക്കാവ് പോലെ മരങ്ങളൊക്കെ മറിഞ്ഞു വീണ്. നമ്മളപ്പോ പയ്യെ താഴേക്ക് ഇറങ്ങുവാണ്. എന്തായാലും ഇവിടെ കൊല്ലത്തിൽ 10 ദിവസം ഇവിടെ ഒരു പരിപാടികൾ നടക്കാറുണ്ട്. അപ്പോൾ ആ ഒരു പരിപാടി എന്നാന്ന് അന്വേഷിച്ചിട്ട് നമുക്ക് അത് ഷൂട്ട് ചെയ്യാൻ പറ്റും നോക്കാം അടുത്ത തവണ. എന്തായാലും ഇതൊരു പക്ക അഡ്വഞ്ചർ സെറ്റപ്പ് സാധനമാണ്. ഇത്ര നാളിനായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ആരും അറിഞ്ഞില്ല. കാരണം നമ്മുടെ ശബരിമലയും പഴനിയും മറ്റേ നമ്മുടെ മലയാറ്റൂരൊക്കെ കയറണ തന്നെ ഇവിടെ അത്യാവശ്യം ഒരു ചെറിയ മല, അത്രയുമില്ല, നമ്മുടെ മലയാറ്റൂരിൻ്റെ അത്ര ഒന്നുമില്ല, ശബരിമലയുടെ അത്ര ഇല്ല, എന്നാലും അത്യാവശ്യം കയറാനുണ്ട്. നടക്കടി ആരണി, നടക്കടി ചേട്ടാ. അവര് വർഷത്തിലൊക്കെ എല്ലാ മാസത്തിലൊക്കെ ആയത്. ചക്കക്കള്ളി, ചക്കക്കള്ളന്. ഇവിടെ ഇട്ട് തിന്നാനാ അങ്ങോട്ടൊക്കെ ഉരുട്ടി. അപ്പം നമ്മൾ ചക്ക മോഷ്ടിച്ചു. ചക്ക തൂക്കി. അപ്പോൾ കാട്ടിൽ വന്ന് നമ്മൾ ചക്കയും തൂക്കി. ഇവിടുത്തെ കുറേ കാഷ്യൂ നട്ട്സും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അന്നേരം എന്തെങ്കിലും ഒരു ഇത് കണ്ടേ. ഇവിടെ കിടപ്പായി എല്ലാവരും. ഞാനിവിടെ കിടക്കുവായിരുന്നു, ഇപ്പൊ എഴുന്നേറ്റ്. അങ്ങനെ ഞങ്ങൾ താഴത്തെത്തി ചക്കയുമായി കിടക്കുന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങി എത്തിയിരിക്കുന്നു.
ഓടിയതായതേക്ക് എലിജൻ സ്റ്റെപ്പ് എണ്ണിയിട്ട് 136 സ്റ്റെപ്പ് എണ്ണെന്ന് പറഞ്ഞു. എലിജൻ സ്റ്റെപ്പ് എണ്ണല്ല 600 രൂപ എടുത്തണ നേരം. അമ്മാവനോടെ ചക്ക പൊട്ടിക്കാണ് ഗായ്സ്. വെലിമിച്ച് എങ്ങനെ ചക്ക പൊട്ടിക്കണ പറഞ്ഞു കൊടുക്ക് മോനെ. വെലിമിച്ച് ചക്ക സ്പെഷ്യലിസ്റ്റ് ആണ്. പണ്ട് ചക്ക ഒക്കെ നന്നായിട്ട് വെട്ടിക്കൊണ്ടിരുന്ന ആളാണ്. അവസാനം പൊട്ടി ഗായ്സ്. ഓ ആ പൊട്ടിച്ച് ചക്കാന്ന് പറഞ്ഞിട്ടൊരു പെണ്ണ് ഓടിപ്പോണ്ട്. അതെ അമ്മണി ചക്ക ലവർ വരുന്നുണ്ട്. മധുരമുണ്ടോ? മധുരമുള്ള ചക്കയാണ്. ആരെങ്കിലും കൊണ്ട് വടക്കം കൊണ്ട് ഓടി വേറെ ഒന്നും തന്നിട്ട് കാര്യമില്ല. നിങ്ങളിവിടെ വരുമെന്ന് അറിയായിരുന്നു. ആകെ ചക്ക മാത്രമേ ഉള്ളൂ. ചക്കട കൂടി കൊടുക്കണേ. കള്ളൊന്നും കൊണ്ടുവന്നില്ല അല്ലേ? തെണ്ടികളാണല്ലേ. നിങ്ങൾ വന്നപ്പോ തന്നെ അറിയായിരുന്നു ഒന്നും ഉണ്ടാവില്ലാന്ന്. ഒരു സ്പ്രൈറ്റ് വാങ്ങിച്ചു കൊടുക്കും. സ്വാമിക്കുള്ള സാധനമുണ്ട്. അതെന്റെ അല്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി നാട്ടിലേക്കുള്ള യാത്രയാണ്. കുറേ എല്ലാവരും ഉറക്കം കഴിഞ്ഞ് എണീച്ചുള്ളൂ. നിങ്ങളപ്പോൾ എന്താ പരിപാടി? നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ പോയി ബാഗ് വെച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവും. മിടുക്കി. ഇല്ല